ഇവിടുത്തെ കൽപ്പടവുകൾക്കും ശില്പങ്ങൾക്കും കാറ്റിനും മഴയ്ക്കുമെല്ലാം ഒരു റാണിയുടെ കണ്ണീരിന്റെ കഥ പറയാനുണ്ട്. ഇത് കൂടാതെ ഇവിടെ 6 മരണങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. ഈ നിർമ്മിതിയുടെ പ്രധാന ശില്പികളായ 6 പേരുടെ മരണം. 15-ാം നൂറ്റാണ്ടിൽ വഘേല രാജവംശത്തിന്റെ രാജാവായിരുന്നു രണവീർ സിംഗ്. ഇദ്ദേഹത്തിന്റെ നാട്ടുരാജ്യം വരൾച്ച കൊണ്ടും ജലക്ഷാമം കൊണ്ടും പൊറുതിമുട്ടിയിരുന്നു. തന്റെ ജനങ്ങൾക്കൊരു ആശ്വാസമാകട്ടെ എന്ന് കരുതി അദ്ദേഹം ഇന്ന് കാണുന്ന ഗാന്ധിനഗറിനടുത്തായി ഒരു ഗംഭീര കിണർ അഥവാ സ്റ്റെപ്പ് വെൽ പണിയാനായിട്ട് നിർദ്ദേശം കൊടുത്തു. കിണറിന്റെ പണി തകൃതിയായി പുരോഗമിക്കവേ രണവീർ സിംഗിനെ അയൽ രാജ്യത്തെ രാജാവായ മുഹമ്മദ് ബേഗഡ കൊലപ്പെടുത്തി. രണവീർ സിംഗിന്റെ അതിസുന്ദരിയായ പത്നി റാണി റുദാബായിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന അജണ്ടയും ഇതിനു പിന്നിലുണ്ടായിരുന്നു. ബേഗഡ തനിക്ക് സ്വന്തമായിട്ടുള്ള പൊന്നും പൊരുളും എല്ലാം നിരത്തി റാണി റുദാബായിയോട് വിവാഹം അഭ്യർത്ഥിച്ചു. റാണിയോട് അത്രമേൽ അനുരക്തനാണെന്നും റാണി പറയുന്നത് എന്തും താൻ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു നിമിഷം ആലോചിച്ച ശേഷം റാണി മറുപടി പറഞ്ഞു, വിവാഹത്തിന് താൻ സമ്മതിക്കാം, പക്ഷേ യുദ്ധത്തോടെ മുടങ്ങിപ്പോയ കിണറിന്റെ പണി പൂർത്തിയാക്കണം. ഇത് കേൾക്കേണ്ട താമസം ബേഗഡ യുദ്ധകാലാടിസ്ഥാനത്തിൽ കിണറിന്റെ പണി പൂർത്തിയാക്കി. നിർമ്മാണം പൂർത്തിയായ ശേഷം ഉത്സാഹപൂർവ്വം റാണിയെയും കൂട്ടി ബേഗഡ കിണറിനരികിലെത്തി വിവാഹസമ്മതം വാങ്ങാൻ. റാണി 3 വട്ടം കിണറ്റിന് ചുറ്റും വലം വെച്ചു. ശേഷം തന്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജലത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഈ നിർമ്മിതി എവിടെയും ആരും രണ്ടാമതൊന്നുകൂടി നിർമ്മിക്കരുത് എന്ന ഉദ്ദേശത്തോടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച 6 പേരെയും ഇവിടെ തന്നെ കൊന്നു കുഴിച്ചുമൂടി. റുദാബായി സ്റ്റെപ്പ് വെൽ എന്ന പേര് പലർക്കും അറിയില്ലെങ്കിലും ഈ സ്ഥലത്തിന്റെ മറ്റൊരു പേര് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്ന അദലജ് സ്റ്റെപ്പ് വെൽ അഥവാ അദലജ് വാവ്.